ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നിപ്പോൾ ഇന്നലെ ഏകാദശിക്കായതുകൊണ്ട് ഇന്നലെ ഒരു വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുക്കാം. പിന്നെ എടുത്തിട്ടും നിങ്ങൾക്കത് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, കാരണം ആ വീഡിയോസ് ആയതുകൊണ്ട് ഇരുട്ടത്തായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. അതാണ് നിങ്ങളാരും എൻ്റെ വീഡിയോസ് കാണാത്തതും ഷെയർ ചെയ്യാത്തതും ലൈക്ക് ചെയ്യാത്തതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അത് നിങ്ങളെ കുറ്റല്ല, എൻ്റെ കുറ്റം തന്നെയാണ്. ക്ലിയർ ഇല്ലാത്തൊരു വീഡിയോ ആരും കാണാൻ നിൽക്കില്ല. പക്ഷേ എനിക്ക് ആ ഒരു വീഡിയോ എനിക്കും തോന്നുന്നുണ്ട് കാണാൻ എന്താണൊരു വീഡിയോ എന്നുള്ളത്. അത് കാണുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ, അത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കട്ടെ. പിന്നെ തരിക അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ വന്നാട്ടാ. എൻ്റെ മോന് വരണം. അപ്പോൾ ഇവിടുന്ന് വരാമെന്ന് നോക്കിയാണോ. പിന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും കാണാത്തവരെ കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ട്, കുറച്ച് ആളുകൾ കണ്ടിട്ടില്ല. അപ്പോൾ കുറച്ച് ആളുകൾ കണ്ട്, കുറേ ആളുകൾ കാണാത്തവരുണ്ട്. കാണുന്നുണ്ട് അവർ, പക്ഷേ അവർ ലൈക്ക് ചെയ്യില്ല, ഷെയർ ചെയ്യില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ തെറ്റുകൾ കുറേയൊക്കെ എനിക്കറിയാമല്ലോ. അപ്പോൾ ഞാനത് പരിഹരിക്കാൻ നോക്കാം. എന്തെങ്കിലും ബൾബ് എന്തെങ്കിലും കിട്ടിയാൽ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലം എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ മാത്രം ഇല്ലെങ്കിലും ഒന്ന് കണ്ടു പോവുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുക. എന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണ എനിക്ക് നല്ലോണം ഉണ്ട്. അല്ലാതെ ഒരിക്കലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുക. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസ് മുന്നോട്ട് വന്നു തന്നെ. അല്ലെങ്കിൽ വരുന്നപ്പോൾ നമ്മൾ എടുക്കുന്നത് കാണുകയെന്നല്ലാതെ ഇങ്ങനൊരു വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ. മുഖത്തോടുള്ളൊരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും ഞാനിങ്ങനെ വരാൻ തന്നെ കാരണം എൻ്റെ വീഡിയോസ് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അത് ഞാൻ കാരണം എൻ്റെ വീഡിയോസിൻ്റെ കാരണം കൊണ്ടെന്താണെന്ന് എനിക്കറിയാം. റോഡ് സൈഡാട്ടോ, ഞങ്ങളുടെ റോഡ് സൈഡാണ്. അപ്പോൾ അത് കാരണം വണ്ടി പോകുന്ന ഒച്ചയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കാണുക. പിന്നെ അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ പോയി കുളിക്കട്ടെ. ഞാൻ കുളിച്ചിട്ടില്ല, നേരം വൈകിന്ന്. എന്നുവെച്ചാൽ ഇന്ന് നേരം വൈകിയെന്ന് പറയാൻ കാരണം സ്കൂളൊന്നുമില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം കൂടി കിടന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി കുറച്ച് നേരം കിടക്കട്ടെ. കിടന്ന് കഴിഞ്ഞിട്ട് കിടക്കല്ല, ഇനി കുളിക്കട്ടെ. കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി നമുക്ക് ചായക്ക് വെള്ളം വയ്ക്കാം. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിന് ഞാൻ ആദ്യം സ്റ്റാൻഡ് എടുത്ത് കൊണ്ടുവന്നിട്ട് അതൊന്ന് പിടിപ്പിച്ചാലേ എനിക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കൈ പിടിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതിനിടയിൽ ഞാൻ ബാത്റൂമൊക്കെ കഴുകി കുളി കഴിഞ്ഞ് വന്നു. ഇന്നലെ ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി വന്നതുകൊണ്ട് ആ സമയത്ത് അവിടെ കിടന്നുറങ്ങിയിട്ടാണ്. പിന്നെ ഇപ്പം രാവിലെ നിൽക്കുമ്പോഴാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്നിത് കഴിഞ്ഞിട്ട് എനിക്ക് നായക്കുട്ടിനെ ഉണങ്ങിയിട്ട് പേരിഷബാധയ്ക്കുള്ള ഇഞ്ചക്ഷൻ അടിക്കാൻ പോകാനുണ്ട്. കുറച്ച് പച്ചക്കറി വാങ്ങാനുണ്ട്, പോകാനുണ്ട്, റേഷൻ കടയിൽ പോകാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാർട്ട് ചെയ്യട്ടെ. രാവിലത്തെ ജോലികൾ എല്ലാവരും കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടെ ഉണ്ടാവുക. അപ്പോൾ മാവുണ്ടാക്കാൻ ഏകാദശി ഇന്നലെ തുടങ്ങിയതാണ്. അപ്പോൾ ഇന്ന് രാവിലത്തത് ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്നതാണ് നെയ്യ്. ഇത് ആങ്ങളമാർ കൊണ്ടുവന്നതാണ്.
അവർ കൊണ്ടുവന്നതിൻ്റെ ഇങ്ങോട്ട് തന്നിട്ട് അവർ ഉപയോഗിക്കാതെ കൊണ്ട് കൊണ്ടുവന്ന് തന്ന. ഇവിടെ മോൻ പോയിട്ട് കൊണ്ടുവന്നത് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാവാൻ വെച്ചതാണ്. അപ്പോൾ പാത്രം ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. ഇതാ എല്ലാം ഉണ്ടിട്ടാ. ഉള്ളി, ക്യാരറ്റ്, ബീൻസ്, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഇത് എല്ലാം കൂടി വഴറ്റിയിട്ട് അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാണിക്കാം. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ബാക്കി നമുക്ക് നെയ്യ് ഒഴിക്കാനുള്ളതാണ്. കടുകിട്ടു. ഉഴുന്നാണ് ഇട്ടാ. ഉഴുന്ന് പരിപ്പ് ഇടാം. എൻ്റെ കയ്യിൽ ഉഴുന്നാണുള്ളത്. അപ്പോൾ ഉഴുന്ന് ഇടാണ്. കടുക് പൊട്ടിയിട്ട് നമുക്ക് ഉഴുന്നിടാം. ഇന്നലെ ഏകാദശി വൈകുന്നേരം തുടങ്ങിയതാണ്. ഏകാദശി ഇന്നലെ വൈകുന്നേരം ഞങ്ങൾക്ക് ഇട്ടിട്ട് കിട്ടാം. പിന്നെ ഇന്ന് രാവിലത്തെ ഇത്. പിന്നെ ഞാൻ വൈകിട്ട് വരെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് വേണ്ടിയിട്ട് ചോറും കറിയൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഉഴുന്നിട്ട് കൊടുക്കാം. കുറച്ചിടുന്നുള്ളൂ കേട്ടോ. ഇതിലോട്ട് ഉള്ളി, ഇഞ്ചി, വലിയ ഉള്ളിയും ഇഞ്ചും നമുക്ക് വേവിച്ചെടുക്കാം. ഈ ഒരു പാത്രത്തിൽ നമ്മൾ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കണ്ടോ, ഇതിൽ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് റവ വറക്കണം കേട്ടോ. റവ വറക്കാൻ പോവുകയാണ്. ഓക്കെ, അവിടുത്തെ റവ റവയാണ് കേട്ടോ. നമുക്ക് ഇത് മൊത്തത്തിൽ എടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യാട്ടോ.
നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനാണെന്ന്. അങ്ങനെ തന്നെയാണ് അതിനും അരി കേട്ടോ. ഇത് ഞാൻ വലിയ വലിയ കഷ്ണങ്ങളായി കിടക്കുമ്പോൾ ഇത് കഴിക്കാൻ വന്ന കഷ്ണത്തിൽ ഉണ്ടാക്കിയാണ്. നമ്മൾ കുഞ്ഞിതാക്കിയിട്ട് അരി കേട്ടോ ഉപ്പിടാം. ഈ ഒരു ഉപ്പ് നമ്മൾ കഷ്ണങ്ങളിലൊക്കെ പച്ചക്കറിയിലൊക്കെ പിടിക്കണം. അപ്പോൾ അതാ നമ്മൾ റവ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. റവ വറക്കട്ടെ. അപ്പോൾ അതാ നമ്മൾ റവ വറുത്തു കൂട്ടാ. അപ്പോൾ റവ വെന്തു ഉണ്ടോ? റവ വെന്തുട്ടാ. അപ്പോൾ ഞാൻ ഓഫാക്കാം ഗ്യാസ്. ഇനി ഇതാ നമ്മുടെ വെജിറ്റബിൾസ് ഒന്നിങ്ങനെ ഉപ്പൊക്കെ ഇട്ടു നമ്മളൊന്ന് ഇങ്ങനെ വേവിച്ചെടുക്കുക. ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. ഗ്ലാസ്സിൽ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചില്ല. ഗ്ലാസ്സിൽ ഇല്ലെങ്കിൽ ഇതിന് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. സ്പീഡ് കൂട്ടി വയ്ക്കുക. ഉപ്പ് നോക്കാം. ഇപ്പം തന്നെ ഉപ്പ് നോക്കാം. ഉപ്പിൻ്റെ കുറവാട്ടോ. ഒരു ഗ്ലാസ് കൂടി എടുക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ ഉപ്പിടാം. ഉപ്പിട്ടാൽ മതിട്ടാ, നോക്കിയിട്ടിട്ടാൽ മതി. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഉപ്പ് പാകമായിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് നമുക്ക് റവ ഇടാം. ഹലോ, അപ്പോൾ അതാ നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ല തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ നമുക്ക് റവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കട്ട കുത്താതെ ഇളക്കിയെടുക്കണം. റവ ആദ്യമേ ആയി വെന്ത് വെച്ചാണ് കേട്ടോ. ഇതൊന്ന് വേവട്ടെ. വേവുകളും നമുക്ക് കാത്തിക്കാം. ഇത് ലാസ്റ്റ് നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കാൻ നേരത്തെ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാട്ടോ. നിങ്ങൾ ഒരിട്ട് ഉണ്ടാക്കി വെക്കും. നെയ്യൊക്കെ ലാസ്റ്റ് വെച്ച് ഉണ്ടാക്കി വെക്കുന്നവരായിരിക്കും, എന്നാലും ഒന്നുണ്ടാക്കി വെക്കുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. നെയ്യ് ഒഴിക്കുമ്പോൾ ആ ഒരു ഉപ്പുമാവിന് എന്തോ ഒരു സ്മെല്ലും, നല്ലൊരു സ്മെല്ല്, അതുപോലെ നല്ല സോഫ്റ്റ്നെസ്, പിന്നെന്താ പിന്നെ അതൊരു നല്ലൊരു കട്ട കുത്താതെ കിട്ടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണോ ഇനി നെയ്യ് ഒഴിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അത് ഓരോരോ. അപ്പം അത് നമ്മൾ തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് വേവട്ടെ. ഒന്ന് വേവുമ്പോൾ നമുക്ക് തൊട്ട് കൊടുക്കട്ടോ. കഷ്ണങ്ങളൊന്ന് വെന്തോ നോക്കട്ടെ വേണം.
വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ, ഇനി എന്നെ തന്നെ കണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്കിത് കാണാം. ഓക്കെ, കൈ കൊള്ളുന്നുണ്ട് കേട്ടോ പാത്രത്തിൽ. അപ്പം നമുക്ക് ഇതിലോട്ട് റവ ഇട്ട് കൊടുക്കാം. റവ സ്പീഡ് കുറയ്ക്കുക, എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. വെള്ളം കുറവാണെന്ന് തോന്നുമ്പോൾ നമ്മളിതാ, ഞാൻ കുറച്ച് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ വെള്ളം ഒഴിച്ചു. കാരണം കൂടുതലായാലേ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുക്കി വയ്ക്കും, എന്നിട്ട് പാകത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഈ ഒരു റവയിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലാസ്കിന് കുറച്ച് ചൂടുക. അയ്യോ, ഫ്ലാസ്ക് ഇല്ല, സോറി. ഉണ്ട്, വെള്ളത്തിലുണ്ട്, ഓൾറെഡി ഉണ്ട്. ഇനി ആവശ്യമില്ല, ആയിട്ടുണ്ട്. പക്ഷേ തുള്ളി ചൂടുവെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെച്ചോ, ഒന്നും മിണ്ടാതിരിക്കും. അപ്പോൾ അതാ, ഇനി ഞാനിതിലോട്ട് 1 ടീസ്പൂണ് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ എടുക്കട്ടെ കേട്ടോ. അതിൽ നെയ്യ് ഉണ്ടോ, സ്പൂണ്. നല്ല ടേസ്റ്റാണ് മാവിൽ. ഇവിടെ എനിക്കും മോൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. നമ്മൾ നല്ലോണം എല്ലാ ഭാഗങ്ങളിലും അടി പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്നാണ് ചെല്ലുന്നപ്പോഴും അടി പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിടിക്കും. എനിക്ക് കേടായിട്ടുണ്ട്, അപ്പോൾ എന്തായാലും പിടിക്കുന്നത്. മല്ലിയിലിട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ. ഓഫാക്കിയിട്ടാ തീ ഞാൻ ഓഫാക്കി. ഓക്കെ, കാണില്ലേ നിങ്ങൾക്ക്? അപ്പോൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ഉപ്പുമാവ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിതാ ഉപ്പുമാവ്, പിന്നെന്താ പപ്പടം 2-3 ഉണ്ട് കേട്ടോ. എനിക്ക് അത്യാവശ്യം പപ്പടമൊക്കെ വേണം. ഇതാ ഇവിടെ ഒരാൾ കഴിക്കുന്നുണ്ട് ഉപ്പുമാവും പപ്പടം. ഇവിടെ ഒരാൾ ഉപ്പുമാവും പപ്പടമൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ട്. പച്ചക്കറി കണ്ടോ, ഇതൊക്കെ എടുത്തിടും കേട്ടോ. കണ്ടോ, ഇതിലൊക്കെ നമ്മുടെ ബീൻസൊക്കെ കേട്ടോ, അതൊക്കെ എടുത്തിടും. നല്ലതൊന്നും കഴിക്കില്ല. ഇതാണ് ഇവൻ്റെ ഒരു പരിപാടി. പക്ഷെ ഉപ്പുമാവ് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവനും എൻ്റെ ഭവ്യമോൾക്കും ഉപ്പുമാവ് നല്ല ഇഷ്ടമാണ്. പിന്നെ ഉപ്പുമാവ് ഭവ്യമോള് ഞാൻ ഉണ്ടാക്കിയ ഉപ്പുമാവ്, ഇനി ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവാണ് കേട്ടോ ഒക്കെ ഇഷ്ടം. പിന്നെ അവൾക്ക് പുറത്തുനിന്ന് വേറെ എങ്ങനെയും ഉപ്പുമാവ് ഉണ്ടാക്കാൻ എനിക്ക് വേണ്ട മാറിയും. ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് എന്തോ അവൾക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ കട്ട കുത്തില്ല എന്നൊക്കെ പറയും കേട്ടോ. കട്ട കുത്തൂല എന്ന് പറയും, നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതൊക്കെ പറയട്ടെ എന്നോട്. ഇല്ല, 2 പപ്പടം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അവൾക്ക് അങ്ങനെ ഇഷ്ടം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ഉപ്പുമാവ്. അങ്ങനെയാണെങ്കിൽ അവൾ കഴിക്കും. ഇയാൾക്ക് പിന്നെ ആരുണ്ടാക്കിയാലും ഉപ്പുമാവ് കഴിക്കും.
അപ്പം ഞാൻ എന്താ ചായ കുടിക്കട്ടെ. ഞാൻ അവൾ വന്നിട്ടൊക്കെ വേണം. അവൾ കുളി കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് നേരം. അപ്പോൾ അവളെ ഞാൻ കാത്തിക്കുന്നില്ല, ഞാൻ കഴിക്കാൻ പോകും. നമുക്ക് പപ്പടം കാച്ച ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ഇങ്ങനെ നല്ല വൃത്തിയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിതിന് പറ്റിയൊരു ചെറിയ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഞാൻ ശരിയാക്കിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ പപ്പടം കാച്ചാൻ പോവുകയാണ് കേട്ടോ. ഇതിൽ പപ്പടം കാച്ചിടാം. ഈ പപ്പടം കാച്ചിട്ട് കഴിക്കുന്നത് കാണാം കേട്ടോ. അപ്പം ഇതാ പപ്പടം ഉപ്പുമാവ്. അപ്പം നമുക്ക് ഇതൊന്ന് കഴിച്ചാലോ? ഒരാൾ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ, നേരത്തെ കാണിച്ചല്ലോ. അപ്പം ഇതാ ഇത് ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പം എനിക്ക് ക്യാമറ പിടിച്ചു തരാനുണ്ട്. ഇപ്പോൾ ആരുമില്ല, മോള് ചാടിക്കാൻ വന്നിട്ടില്ല. അവൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം കഴിയും. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ ചായ കുടിക്കണം. സമയം ഇപ്പോൾ 10:30 കഴിഞ്ഞിട്ടാണ്. കാരണം കുളിയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വന്നപ്പോൾ നേരെ 10 മണിയായി. അപ്പം ഞാൻ ചായ കുടിക്കുകയാണ്. അവൾ ഇങ്ങോട്ട് വന്നോളൂ. അപ്പോൾ നല്ല അടിപൊളി ഉപ്പുമാവ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അങ്ങനെ പൊരുന്നനെ ഉണ്ടാവുന്ന എവിടെയും കട്ട പിടിച്ചില്ല എന്നാണ്. ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മൾ പച്ചമുളക് ഇടുകയാണെങ്കിൽ പച്ചമുളക് ഇടുമ്പോൾ വട്ടത്തിൽ അരിയാൻ നോക്കണം കേട്ടോ. സ്ലൈസാക്കിയിട്ട് ഇങ്ങനെ അരിയുവാണ്. ഇങ്ങനെയൊക്കെയാണ് ബീൻസ് അരിയണമെന്ന് വെച്ചാൽ നിങ്ങൾ വട്ടത്തിൽ ഇങ്ങനെ പച്ചമുളക് അരിയും കിട്ടും. അപ്പോൾ രണ്ടും കൂടി അറിയില്ല. കുട്ടികൾ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് എരിവ് ബുദ്ധിമുട്ടായി തോന്നും. അല്ലെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയാൽ മതി. ഇടുന്ന പച്ചമുളക് വേണമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞതാണ് അതേപോലെ സ്ലൈസ് ആക്കരുത്. അപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ്. ബീൻസ് ആയാലും ക്യാരറ്റ് ആയാലൊക്കെ നല്ല ഒരാൾ കണ്ടോ ഉപ്പുമാവ് എടുക്കണേ. നല്ല ഇഷ്ടമായിരുന്നു. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടോ. ക്യാരറ്റും ബീൻസും സൂപ്പറായിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. ചെറുതല്ല, വലിയ പപ്പടങ്ങൾ. അപ്പം നല്ല സോഫ്റ്റ്നെസ് ആയിട്ടുണ്ട്. ഉപ്പുമാവും അതേ നമ്മൾ അതിലിട്ടുള്ള ക്യാരറ്റ് ബീൻസ് ഒക്കെ നല്ല വെന്തിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. കഴിക്കാനും നല്ല പൂ പോലത്തെ പോലത്തെ ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കി നോക്കുക. ഞാൻ ഉണ്ടാക്കിയാണെന്ന് വെച്ചിട്ട് ഞാൻ കൂടുതൽ പറയല്ല, അല്ലാതെ ബീൻസാണ് കഴിച്ചോ. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. നന്നാവും, കുഴപ്പമൊന്നുമില്ല, ഉണ്ടാവില്ല. ഇനി ഇത് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ചോറിന് വെള്ളം വെക്കണം, ചുക്കവെള്ളം വേണം. ഏകാദശിയാണെന്ന് വിചാരിച്ചിട്ട് കുട്ടിക്കൊന്നും ഏകാദശി എടുക്കാൻ പറ്റില്ല. അവന് ചോറ് വേണം. അപ്പം അവന് ചോറ് വെക്കണം. ഇനി മറ്റേ മോനും മൂത്ത മോനും ഉണ്ട്, അവന് ചോറ് വേണം. അപ്പം ഞാനും മോളും മാത്രമേ ഏകാദശി മിണ്ടല്ല. ഞാനും മോളും മാത്രമേ ഏകാദശി എടുക്കുന്നുള്ളൂ കേട്ടോ. ഇവർ രണ്ടാളും മിണ്ടരുതെന്ന് പറഞ്ഞടി. അപ്പം അവർ രണ്ടാളും എടുക്കണില്ല ഏകാദശി. അപ്പോൾ അവർക്ക് ഞാൻ ചോറും ഇതൊക്കെ ഉണ്ടാക്കും, കറിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ മോൻ ഇന്നലെ വരുമ്പോൾ തന്നെ മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, കറി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ ഉണ്ടാക്കി വെക്കും. ഞാൻ രാത്രി ആകുമ്പോൾ ചിലപ്പം ഏകാദശി മുറിച്ചെന്ന് വരും കേട്ടോ. അത്രയ്ക്ക് എടുക്കുന്നുള്ളൂ. നല്ല വൈകുന്നേരം എടുക്കൽ തുടങ്ങിയല്ലേ, അപ്പോൾ ഒന്ന് വൈകുന്നേരം വരെയൊക്കെ എടുക്കുന്നുള്ളൂ. രാത്രി എന്തായാലും നല്ല മീൻ കൂട്ടി ചോറിന് കേട്ടോ. അപ്പോൾ ചായ കുടിക്കട്ടെ. ചായ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ജോലിക്ക് കിടക്കാം. ഓക്കെ. ഒരുത്തി കണ്ണാടി നെഞ്ചിൽ കല്ല് വീണ പോലൊരുത്തി, ഒരുത്തി കുന്തിരി കള്ള് കണ്ണോടനെ മയക്കി
മയക്കി എണ്ണ കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയെ എണ്ണ കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയെ കുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നല് കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വിരല് കൊണ്ട് ആ പാറകളും പൊട്ടും നിന്നെ ബാങ്കോക്ക് വരച്ചതോ മെർലിൻ മാൻഗ്രോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം പച്ച ബോർഡ് എഴുതിയിട്ടാണോ? അല്ല അങ്ങനെ പോലും അല്ല അങ്ങനെ വരല്ലേ കുറച്ചും കൂടി ചങ്ക് വെച്ച ആ പച്ച ബോർഡ് പിന്നെ ഞങ്ങൾ നെസ്റ്റോയ്ക്ക് പോയി. നെസ്റ്റോയ്ക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. വാഷിംഗ് മെഷീനിൽ ഒഴിക്കാതിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞങ്ങൾ വീട്ടിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ളൂ. പിന്നെ ലീനനെ കാണിച്ചു. അവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് തിരിഞ്ഞിട്ട്. അപ്പോൾ രാജാസ് എന്ന് പറഞ്ഞ് കുളത്തിൻ്റെ ഭാഗത്തായിട്ടാണ്. അങ്ങനെ അവിടെ വന്ന് ലൂണേനെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെസ്റ്റോയ്ക്കാണ് പോയത് കേട്ടോ. ഞങ്ങളതിനുള്ളിൽ എടുക്കണില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഡോക്ടർ പറഞ്ഞിങ്ങനെ ആളുകളൊന്നും കാണിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, അപ്പോൾ മറ്റുള്ളവർക്ക് എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എടുത്തതുകൊണ്ട് ഇപ്രാവശ്യം ഞാനൊന്നും എടുത്തില്ല. പിന്നെ നെസ്റ്റോയിലെത്തി. ഇതാ ഞങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. മുന്തിരി, അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസ്, പിന്നെ മല്ലിച്ചപ്പ്, അങ്ങനെ നായക്കുട്ടി ലൂണക്കുട്ടിക്കുള്ള മത്തന്, ക്യാരറ്റ്, പിന്നെ വറുത്ത് കഴിക്കുന്ന കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർ വാങ്ങിച്ചു. മുട്ട, ബട്ടർ, ചീസ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്നു. മേലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഡിറ്റർജൻറ്റ് എടുക്കണമെങ്കിൽ മേലെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മേലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ കഴിക്കണ ഭക്ഷണത്തിൻ്റെ ഒക്കെ ഇങ്ങനെ കാണൽ തുടങ്ങിയപ്പോൾ ആദ്യമേക്ക് പോയി. കുറേ മീനിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പോലെ കുറേ കണ്ടു. കേക്കുകൾ, അങ്ങനെ തിരൂർ റെസ്റ്റോറൻറ്റാണ് ഞങ്ങൾ സ്ഥിരം പോവാറ്. പിന്നെ കോട്ടയത്തേക്ക് ഇപ്പോൾ പോയപ്പോൾ എൻ്റെ ഒപ്പത്തിൽ പോയിന്നുള്ളൂ. അങ്ങനെ കുറേ കാഴ്ചകൾ വാങ്ങിയില്ലെങ്കിലും കുറേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ പോയി. കുറേ കാഴ്ചകൾ കണ്ടു. മീൻ, ചിക്കന്, അങ്ങനെ ഐറ്റംസൊക്കെ ഇരിക്കുന്നത്, കേക്കുകൾ, കായം കൂട്ടി വെച്ചിട്ടുള്ള ചിക്കൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മേലേക്ക് പോകണമെന്ന് വിചാരിച്ചു. കാരണം മേലെയാണ് ഡിറ്റർജൻറ്റ് സോപ്പ് പൊടിയൊക്കെ ഉള്ളത്. അവിടെ പോകണം, കുറച്ച് 2-3 ചെരുപ്പ് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് മേലേക്ക് കയറി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മേലേക്കാണ് കയറുന്നതായിട്ടാണ്. താഴെ തന്നെ ഇഷ്ടം പോലെ കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മേലേക്കും കൂടി പോയ ഡ്രൈവർ കാത്തു നിൽക്കുന്ന കാരണം നമ്മൾ ഓട്ടോയിലല്ലേ വന്നത്, അപ്പോൾ നേരം വൈകുമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ മേലേക്കൊന്നും എടുത്തില്ല. ഇനിയിപ്പോൾ ഒരു ദിവസം വണ്ടി പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ ഫുള്ളായിട്ട് നെസ്റ്റോയിൽ പോയിട്ട് മേലേക്ക് എടുക്കാം. മേലേക്ക് നല്ല രസമുണ്ട് കാണുന്നുണ്ട്. ഒരുപാട് പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോലെ സ്ത്രീകൾക്ക് അതൊക്കെ കാണുമ്പോഴാണ് ഒരു സന്തോഷം. അപ്പോൾ അത് കുറേ നേരം കണ്ടിരിക്കും അല്ലേ. അതൊക്കെ കാണാനുള്ള അപ്പോൾ സമയം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വേഗം കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ
ഞങ്ങൾ റിച്ചാർജിൻ്റെ ഒക്കെ എടുത്തിട്ട് പോരുകയാണ് കേട്ടോ. ഇത് ഫസ്റ്റ് തന്നെ പറഞ്ഞു വെച്ചാൽ ലാസ്റ്റേക്ക് പറയാൻ പറ്റില്ല. ഓക്കെ ബൈ, സി യു.